الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وآل كل والصحابة أجمعين أما بعد فقد قال رسول الله صلى الله عليه وسلم لو يعلم الناس ما في الأذان والصف الأول ثم لم يجدوا إلا أن يستهموا عليه لاستهموا ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സുബ്ഹി നിസ്കാരം കഴിഞ്ഞിരിക്കുന്ന നമ്മുടെ ഇൽമിന്റെ മജ്ലിസ് അല്ലാഹു ബറക്കത്താക്കി തരട്ടെ. ഉപകാരപ്രദമായ അറിവ് കൊണ്ട് അല്ലാഹു നമ്മളെ ദുനിയാവിലെ സമ്പന്നരാക്കുകയും ആഖിറത്തിൽ വിജയിപ്പിക്കുകയും ചെയ്യട്ടെ. 5 നേര നിസ്കാരങ്ങൾ ജമാഅത്തായി നിർവഹിക്കുമ്പോൾ ആ ജമാഅത്തുകളുടെ കൂട്ടത്തിൽ ചില വഖത്ത് ജമാഅത്തുകൾക്ക് പ്രാധാന്യമുണ്ട്, ബഹുമാനങ്ങൾ കൂടുതലുണ്ട്. ആ കൂട്ടത്തിൽ ബഹുമാനങ്ങൾ ഏറെയുള്ളത് ജമാഅത്താണ്, സുബ്ഹി ജമാഅത്ത്. ഇനിയിപ്പോൾ സുബ്ഹി ആവട്ടെ അല്ലാത്തതാകട്ടെ, ജമാഅത്തായി നിസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒത്തിരി വിഷയങ്ങളാണ്. ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പോയാൽ ജമാഅത്തിൽ കൂടിയതിൻ്റെ ഒരു ഗുണവും ഫലവും ഉണ്ടാവില്ല. അങ്ങനത്തെ ചില സുന്നത്തുകളുടെ കൂട്ടത്തിൽ മുഖ്യമായ 3 സുന്നത്തുകൾ അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ നമ്മളെ ഉണർത്തിയിരിക്കുകയാണ്. മുഖ്യമായ 3 സുന്നത്തുകൾ സൂക്ഷിക്കണം. ബഹുമാനപ്പെട്ടവരെ പറയാം, വമിനൽ മുതഅക്കദില്ലദീ യൻബഗി ലിഇഅ്തിനാഉ ബിഹി വൽഹിർസു അലൈഹി അൽമുലാസമതു ലിസ്സഫിൽ അവ്വൽ വൽമുദാവമതു അലൽ വുഖൂഫി ഫീഹി. സൂക്ഷിക്കൽ, പരിഗണന കൊടുക്കൽ അനിവാര്യമായിട്ടുള്ള ശക്തിയായ സുന്നത്തുകളിൽപ്പെട്ടതാണ്. പരിഗണിക്കാൻ അനിവാര്യമായ ശക്തിയായ സുന്നത്ത് എന്ന് മാത്രമല്ല, ഈ ശക്തിയുണ്ട്. അത് പരിഗണിക്കൽ അനിവാര്യമാണ്, അവഗണിച്ചു പോകരുത്, ശ്രദ്ധ കൊടുക്കണം. ആ ഒരു സുന്നത്ത് ചെയ്യുന്നതിൽ നമ്മുടെ മനസ്സിൽ ആർത്തി ഉണ്ടാവണം. എനിക്കത് വേണം, കിട്ടണം, ആ സുന്നത്ത് എനിക്ക് ചെയ്തേ മതിയാവൂ എന്ന് മനസ്സിൽ ആർത്തി ഉണ്ടാവണം. അങ്ങനെയുള്ള ശക്തിയായ സുന്നത്താണ് അൽ മുലാസമതു ലിസ്സഫിൽ അവ്വൽ. ജമാഅത്ത് നിസ്കരിക്കുമ്പോൾ 1ാം സഫ് നിർബന്ധമായും 1ാം സഫിൽ നിൽക്കാൻ ശ്രദ്ധിക്കുക എന്ന് പറയുന്നു. 1ാം സഫിൽ നിൽക്കുക. വൽ മുദാവമതു അലൽ വുഖൂഫി ഫീഹി. 1ാം സഫിൽ നിൽക്കുക എന്നുള്ളത് നമ്മുടെ ഒരു പതിവായി മാറുകയും ചെയ്യാം. എപ്പോഴെങ്കിലും 1ാം സഫിൽ നിൽക്കാനല്ല, 1ാം സഫിൽ നിൽക്കണമെന്ന നിർബന്ധത ഉണ്ടാവുക, അത് നമ്മുടെ ജീവിതത്തിലെ ഒരു പതിവ് ശീലമായി മാറുകയും ചെയ്യുക. ഇത് അവഗണിക്കാൻ പറ്റാത്ത, പരിഗണിക്കൽ അനിവാര്യമായ ശക്തിയായ സുന്നത്താണ് എന്ന് അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങൾ ഉണർത്തുകയാണ്. ഇവിടെയാണ് ഞാൻ ഓതി കേൾപ്പിച്ച തിരുനബിയുടെ ഹദീസ് വളരെയേറെ പ്രസക്തമാകുന്നത്. അവിടുന്ന് പറഞ്ഞു, ലൗ യഅലമുൻ നാസ്, ജനങ്ങൾ അറിയുകയാണെങ്കിൽ, മാഫിൽ അദാനി, ബാങ്ക് കൊടുക്കുന്നതിലുള്ള ബഹുമാനങ്ങളും ശ്രേഷ്ഠതകളും ബാങ്ക് കൊടുത്താൽ കിട്ടുന്ന പ്രതിഫലങ്ങളും അതിന്റെ വണ്ണവലിപ്പമൊക്കെ ഒരാൾ ജനങ്ങൾ അറിയുകയാണെങ്കിൽ, 1ാം സഫിൽ നിൽക്കുന്നതിന്റെ ബഹുമാനങ്ങളും ഗുണങ്ങളും ജനങ്ങൾ അറിയുകയാണെങ്കിൽ, സുമ്മലം യജിദു ഇല്ലാ അൻ യസ്തഹിമു, പിന്നീട് ഈ 2 ചാൻസും നറുക്കിട്ടിട്ടല്ലാതെ സാധ്യമല്ലാതെ വരികയും ചെയ്യുന്ന പക്ഷം, ലസ്തഹമു, നറുക്കിട്ടിട്ടെങ്കിലും ആ ചാൻസ് വാങ്ങിയെടുക്കാൻ ജനങ്ങൾ ശ്രമിക്കും. അത്രയും വലിയ ബഹുമാനങ്ങളും പ്രതിഫലങ്ങളും ശ്രേഷ്ഠതകളും ഈ 2 സംഗതികൾക്കുണ്ട്. എന്താ പറഞ്ഞ്, ബാങ്ക് കൊടുക്കുന്നതിനുള്ള പുണ്യങ്ങളും 1ാം സഫിൽ നിന്നാൽ കിട്ടുന്ന നേട്ടങ്ങളും ജനങ്ങൾ അറിയണമെങ്കിൽ, പക്ഷെ അത് സാധിക്കണമെങ്കിൽ എന്ത് വേണം? നറുക്കിടണം, അല്ലാതെ കിട്ടൂല. അങ്ങനത്തെ ഒരു അവസ്ഥ വന്നാൽ നറുക്കിട്ടിട്ടെങ്കിലും ആ ചാൻസിന് ആളുകൾ എന്ത് ചെയ്യും? പരിശ്രമിക്കും. അത്രയും വലിയ മൂല്യം. നറുക്കിടലപ്പണം തർക്കം വരുമ്പോൾ, ഒരേ അവസരത്തിന് വേണ്ടി ഒന്നിലധികം ആളുകൾ മത്സരിക്കുമ്പോഴാണ് എന്ത് വരുന്നത്? നറുക്കിടേണ്ടി വരുന്നത്. 1ാം സഫിൽ നിൽക്കാൻ ആളുകൾ എല്ലാവരും ഒരുമിച്ച് ഒരേ സമയത്ത് വന്നു. എല്ലാവർക്കോട്ട് നിൽക്കാൻ സ്ഥലമില്ല. എന്താ ചെയ്യാ? അവിടെ നമ്മൾ വെച്ചു നറുക്കിടണം. അപ്പൊ കണ്ടില്ലേ,
മദീന മുനവ്വറയിൽ ചെന്നാൽ തിരുനബിയുടെ ആ റൗളയിലേക്ക് പ്രവേശിക്കുന്ന ചിക്കും തിരക്കങ്ങോട്ട് ഓവറായപ്പോൾ അവരതിനെന്ത് ചെയ്തു? നിയന്ത്രണം വെച്ചു. അത് ഓൺലൈനിൽ ആദ്യമായി അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ പാസ്സായ ആളുകൾക്ക് നിശ്ചിത സമയത്തല്ലാതെ അങ്ങോട്ട് പ്രവേശിക്കാൻ പറ്റൂല. ഒരു കൺട്രോൾ, ഒരു നിയന്ത്രണം അത് അനുവദിച്ച്. അത് പിന്നെ ഒരു എന്താ പറയാ, ഒരു കൊല്ലത്തിൽ ഒരു തവണ മാത്രമൊക്കെയാണ് ചുരുക്കിയിട്ടുള്ളതാക്കുക നിയന്ത്രണം. അപ്പൊ ആള് തിരക്ക് കൂടി തള്ളുകൂടി വന്നാൽ ഒരാൾക്കും ഇബാദത്ത് വേണ്ടതുപോലെ നിർവഹിക്കാൻ കഴിയാതെ, റൗദയിലുള്ള കർമ്മങ്ങൾ വേണ്ടതുപോലെ ചെയ്യാൻ ആർക്കും കഴിയാത്തൊരു പരിസ്ഥിതി വരുമെന്ന് കണ്ടപ്പോഴാണ് ഗവൺമെന്റ് അതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അതിനൊരു സമയം, അതിനൊരു ടൈം, അതിനൊരു ഒരു നിയമങ്ങൾ, അത് രജിസ്റ്റർ ചെയ്യണം, അത് അപേക്ഷ കൊടുക്കണം, ഓൺലൈൻ അപേക്ഷ നടത്തി പാസ്സായി കിട്ടണം എന്നൊക്കെ വെച്ചതെന്തിനാണ്? അതിനൊരു നിയന്ത്രണത്തിനാണ്. എന്നാൽ ഒന്നാം സഫിലും ഇതേപോലെ തന്നെ തള്ളു കൂടിയിട്ട് എല്ലാവർക്കും ഈ ഒന്നാം സഫിൽ നിന്നിട്ട് വേണ്ടതുപോലെ കർമ്മം നിർവഹിക്കാൻ കഴിയാത്തൊരു പരിതസ്ഥിതി വന്നാൽ നറുക്കിടണം. ആ നറുക്കിടേണ്ടി വന്നാൽ പോലും ആ നറുക്കിടലിൽ പങ്കെടുത്തിട്ട് നറുക്ക് വാങ്ങിയിട്ട് ഒന്നാം സഫിൽ നിൽക്കാൻ ആളുകൾ ശ്രമിക്കും. ഇത് ഭക്ഷണ കിറ്റ് വാങ്ങാനുള്ള നറുക്കോ ടോക്കനോ ഒന്നല്ല, ആലോചിക്കുക. എന്നാൽ അതിനേക്കാളൊക്കെ എത്രയോ വലിയ ഗുണമുള്ള പ്രതിഫലമുള്ള ഒരു കാര്യമാണ് ഒന്നാം സഫിൽ നിൽക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ദൂതർ പറഞ്ഞതാണ്. അതിന് ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മുടെ മനസ്സിൽ ഒന്നാം സഫിന്റെ പുണ്യം വണ്ണ വലിപ്പം അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞു, അത് എത്രയാന്ന് ഞമ്മക്ക് തന്നെ അറിയില്ല. ഏതാ രണ്ട് കാര്യം? ബാങ്ക് കൊടുക്കുക, രണ്ടാമത്തത് ഒന്നാം സഫിൽ നിൽക്കുക. ഒരു പള്ളിയിൽ പെട്ടെന്നൊരു സമയത്ത്, ബാങ്കിന്റെ സമയത്ത് മുഅദ്ദിൻ എന്തോ പെട്ടെന്ന് മിസ്സായി നോക്കുക. ആ സമയത്ത് പകരം ബാങ്ക് കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുമോ? ചില ആളുകൾക്ക് ഭയങ്കര പേടിയാണ്. ചില ആളുകൾക്ക് നമ്മളത് കൊടുക്കാനേ പറ്റില്ല, അതൊക്കെ അയാളെ പണിയാണ്, വേറെ ആരും ചെയ്യരുതെന്നല്ല. അങ്ങനെയല്ല, നമുക്കൊരു ചാൻസ് കിട്ടിയാൽ ആരും ഇല്ലേ, ബാങ്ക് കൊടുക്കേണ്ട സാഹചര്യം വന്നോ, വലിയൊരു ഇബാദത്താണത്. അത് നന്നായിട്ട് എന്ത് ചെയ്യണം? അത് നിർവഹിക്കാൻ നമുക്ക് കഴിയണം. ചില ആളുകൾക്ക് ബാങ്ക് തന്നെ കൊടുക്കാൻ അറിയില്ല, അതുവരെ ഉണ്ട്. ചില ആളുകൾ ഞാൻ കൊടുത്താൽ തെറ്റിപ്പോകും. ആ ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ ചാൻസ് ഒക്കെ കിട്ടുമ്പോൾ ഉപയോഗപ്പെടുത്തണം. നല്ല കാര്യമാണ്. എന്താണ് അതിന് വേണ്ടത്? ഒന്നാം സഫിലേക്ക് എത്തുമ്പോൾ ആളുകൾ തിങ്ങിക്കൂടി സ്ഥലം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ഒരല്പം നേരത്തെ ഒന്നാം സഫിനെ പ്രതീക്ഷിച്ചു കൊണ്ടുവരിക ആണ് അതിന്റെ മാർഗം. അല്ലാതിരുന്നാൽ ജുമഅക്കൊക്കെ ചിലപ്പോൾ കാണാറുണ്ട്, ഒന്നാം സഫ് തിരഞ്ഞിട്ട് വന്നാൽ ചിലപ്പോൾ ബാക്കിൽ കുറേ ആൾ ഇരിക്കുന്നുണ്ടാവും. അപ്പൊ അവരുടെ പെരടി താണ്ടിക്കടന്ന് വേണം മുന്നിലേക്ക് വരേണ്ടി വരിക. അങ്ങനത്തെ ഒരു സാഹചര്യം വരരുത് എന്നാണ്. ഈ ഒന്നാം സഫിനും വേണ്ടിയിട്ട് ബാക്കിൽ നിന്ന് ഇങ്ങോട്ട് ആളെ താണ്ടിക്കടന്ന് വരിക എന്നുള്ളത് അത് ഭയങ്കര ഒരു തെറ്റാണ്. ഈ താണ്ടിക്കടന്ന് തോട് കടന്നത് ചാടി പോകാൻ. അപ്പൊ അതിന് അവസരം കൊടുക്കാത്ത വിധത്തിൽ എന്ത് ചെയ്യണം? വരുന്ന ആളുകൾ ഇരുത്തം റെഡിയാക്കണം. ഇപ്പൊ ജുമഅക്ക് വരുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. മുന്നിൽ ഗ്യാപ്പ് കണ്ട ആ ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ട് ഇരിക്കണം. ബാക്കിൽ ഒരാൾക്ക് ചവിട്ടിക്കടന്ന് വരേണ്ട സാഹചര്യം വരുത്താതിരിക്കണം. അത് മുന്നിൽ ആദ്യം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. എന്നാൽ അവിടെ ആദ്യം വന്നിട്ട് ഒന്നാം സഫിൽ സഫ് പിടിക്കുന്ന ആൾക്കോ വലിയ കൂലിയാണ്, വലിയ പ്രതിഫലമാണ്. അപ്പൊ അതിന് നേരത്തെ വരിക, താണ്ടിക്കടന്ന് വരാതിരിക്കുക. ഇനി അത്രയൊരു സാഹചര്യം വന്നാൽ എന്താ ചെയ്യുക? ഒരാൾക്ക് ഒന്നാം സഫിൽ ചെറിയൊരു ഗ്യാപ്പ് അവിടെ കാണുന്നുണ്ട്, പക്ഷെ ആ ഗ്യാപ്പ് പിടിക്കണമെങ്കിൽ ഇവിടുന്ന് എന്താക്കണം? താണ്ടിക്കടന്ന് പോകണം. എന്നാൽ പിന്നെ അതിന് മെനക്കടന്ന് കിട്ടിയെടുത്ത് നിൽക്കട്ടെ. ഈ ചവിട്ടിക്കടന്ന് പോകുക എന്നുള്ളത് അത്രയും മോശപ്പെട്ട ഒരു പ്രവർത്തനമാണ് എന്നാണ് കാണുന്നത്. അതോടൊപ്പം ഇനി നമുക്ക് ഇങ്ങനത്തെ ഒരു ചാൻസ് നഷ്ടപ്പെട്ടു എന്ന് നോക്കാം. ഒന്നാം സഫി നമുക്ക് കിട്ടിയില്ല, എന്നാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ധർമ്മമുണ്ട്. നമ്മളെ തന്നെ കുറ്റപ്പെടുത്തണം. കുറച്ചുകൂടി നേരത്തെ വരേണ്ടല്ലോ, ഇന്നിപ്പോ നമുക്ക് ചാൻസ് നഷ്ടപ്പെട്ടു പോയല്ലോ. കാരണം എന്താ? ബാക്കിലൊക്കെ ആളിരിക്കുന്നു, ചവിട്ടിക്കടന്ന് പോകാൻ പറ്റില്ല, ബാക്കിൽ ഇരിക്കേണ്ടി വന്നു. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്ഥിതി വരരുത്, അടുത്ത വെള്ളിയാഴ്ച ഞാനൊന്ന് ശ്രദ്ധിക്കണം എന്ന് സ്വന്തം മനസ്സിനെ സ്റ്റഡിയാക്കേണ്ട ഒരു ബാധ്യത കൂടിയുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഹദ്ദാദ് തങ്ങള് രേഖപ്പെടുത്തുകയാണ്. അതേ സമയത്ത് ചില ആളുകൾക്കുണ്ട് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ലാതിരിക്കുക. അപ്പൊ ഇത്രയും നീണ്ട സഫാണ് നമ്മളെ പള്ളിയിലുള്ളത്. ചില സമയത്ത് അനുഭവപ്പെടുന്ന ഒരു കാര്യമുണ്ട്. എന്താ? ഒന്നാം സഫിൽ ആ ഭാഗത്തോ ഈ ഭാഗത്തോ ചിലപ്പോൾ കുറച്ച് ആളുകൾ കയറി നിൽക്കാൻ കുറച്ച് താമസം, അതേ സമയത്ത് രണ്ടാം സഫിൽ ആളുകൾ ഉണ്ടാവുക. അങ്ങനത്തെ ഒരു സാഹചര്യം വരാൻ പാടില്ല. അവിടെ വേറെ ആർക്കെങ്കിലും നിൽക്കട്ടെ, എനിക്ക് ഇവിടെ നിന്നാൽ മതി, അങ്ങനത്തെ ഒരു ചിന്ത. ഒന്നാം സഫിൽ സ്ഥലം ഉണ്ടായിട്ട് പോലും അത് വേണ്ടെന്ന് വെക്കുന്ന മനസ്സ് എത്ര മോശപ്പെട്ട മനസ്സാണ്.
സ്വർണത്തിന്റെ നാണയം കൊണ്ടൊന്ന് നീട്ടിത്തരുന്നു, എന്നിട്ട് അത് വേണ്ടെന്ന് പറയുമോ? നമ്മൾ ആരെങ്കിലും ദുനിയാവാണെങ്കിൽ പാറി പറഞ്ഞു പിടിച്ചേനാണ്. പക്ഷെ ആഖിറത്തിന്റെ സ്വർണ്ണം ആർക്കും വേണ്ട. ആഖിറത്തിന്റെ സ്വർണ്ണമാണ് ഈ ഒന്നാം സഫിൽ നിന്നാ കിട്ടുന്നത്. പക്ഷെ അതവിടെ ഗ്യാപ്പ് ഇട്ടിട്ട് ബാക്കിൽ നിൽക്കുകയാണ് ചില ആളുകൾ. ആ നൃത്തം വളരെ മോശമാണ്. ഈ ചാൻസ് കിട്ടിയിട്ട് ചെയ്യാതിരിക്കുക, അത് വല്ലാത്തൊരു അലസതയാണ്. ആ അലസതയെ കുറിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ലാ യസാലു അഖ്വാമുൻ യതഅഖറൂന ഹത്താ യുഅഖിറഹുമുല്ലാഹ്. ചില ആളുകൾ ബയ്യോട്ട് ഇങ്ങനെ പോകും, പിന്നോട്ടായിട്ട് കളിക്കും. ആ പിന്നോട്ടുള്ള കളി എവിടേക്ക് എത്തുന്ന പറയോ? ഹത്താ യുഅഖിറഹുമുല്ലാഹ്. അല്ലാഹു തആല അവരെ ആഖിറത്തിലും പിന്നോട്ടാക്കും. മുന്നോട്ടുണ്ടാവില്ല, പുരോഗതി ഉണ്ടാവില്ല. അല്ലാഹു ഓലെ തന്നെ ബയ്യോട്ടാക്കി. അത് നമ്മൾ പേടിക്കണം. അള്ളാഹു നമ്മളെ മുന്നോട്ടാക്കണാക്കേണ്ടത് വേക്കോട്ടേക്കല്ല. അള്ളാഹു നമ്മളെ വേക്കോട്ടാക്കിയാൽ നമ്മൾ പരാജയമല്ല. അപ്പൊ ഈ ഒരു പിന്നാക്കം പോക്ക് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിലേക്കുള്ള പോക്കാണ് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒന്നാം സഫ് പൂർത്തിയായില്ല, എന്നാൽ രണ്ടാം സഫിൽ ആൾ നിന്ന് നോക്കുക. എങ്കിൽ ഈ രണ്ടാം സഫിൽ നിൽക്കുന്ന ആളുകൾക്ക് ജമാഅത്തിന്റെ കൂലി കിട്ടൂല. ഏതുവരെ? ഒന്നാം സഫ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നത് വരെ ഓർക്ക് ജമാഅത്തിന്റെ കൂലി ഉണ്ടാവില്ല. ഈ ഒന്നാം സഫ് പൂർത്തിയാകാതെ ഇമാമ കൈകെട്ടി കഴിഞ്ഞു, ഈ രണ്ടാം സഫിലുള്ളവരും കൈകെട്ടി, ഇവർക്ക് ജമാഅത്ത് കിട്ടുന്നുണ്ടോ? ആ സമയത്ത് ഇല്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് ഹൗദങ്കരയിലുള്ളവരൊക്കെ വന്ന് ഈ ഗ്യാപ്പൊക്കെ, ഒന്നാം സഫിലെ ഗ്യാപ്പൊക്കെ ഫില്ലായി കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ. അപ്പൊ നിസ്കാരത്തിന്റെ തുടക്കത്തിൽ ജമാഅത്തില്ല. ഇത് ഈ ഗൗരവം ആരും ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ടാണ് നിസ്കരിക്കാൻ മിഹ്റാബിൽ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിഞ്ഞു നോക്കുന്നത്. അല്ലാണ്ട് വേറൊന്നും ഉണ്ടായിട്ടല്ല. ഈ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടാതിരിക്കണം. അത് ഈ വരുന്ന ആളുകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പൊ ഒരിക്കലും മുന്നിൽ ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ ബാക്കിൽ നിൽക്കാനേ നോക്കണം, നല്ലോണം നോക്കണം. ആ തലയും ഈ തലയും ഏതെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ? ഉണ്ടെങ്കിൽ വേഗം കയറി ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യണം ഒന്നാം സഫിൽ. എന്നല്ലാതെ നമുക്ക് സൗകര്യത്തിൽ നിന്നിട്ട് നിസ്കരിക്കുന്ന ഒരു രീതി നമ്മൾ ഒഴിവാക്കണം. ഇതാണ് മുഖ്യമായ 3 സുന്നത്തുകളിൽ ഒന്ന്. ഞാൻ പറഞ്ഞു കേട്ട സമയം പോയി. രണ്ടാമത്തത് തസ്വിയത്തു സഫ്. സഫ് ശരി സമപ്പെടുത്തുക എന്ന് പറയും. സഫ് സമപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ ലെവലിലായിരിക്കണം, പൊസിഷനിലായിരിക്കണം നിൽക്കേണ്ടത് ആളുകൾ. അവരുടെ കാലിന്റെ ബാക്ക് ഭാഗം മടമ്പാണ് അവിടെ എന്ത് ചെയ്യേണ്ടത്? ലെവലായിട്ടുള്ളത്. അത് ഒരാളത് കുറച്ച് കയറിയിട്ടും വേറൊരാളത് കുറച്ച് ഇറങ്ങിയിട്ടും നിൽക്കാൻ പറ്റൂല. അതിനാണ് ഈ കാർപ്പറ്റിൽ ഈ ബോർഡർ ഇട്ടിരിക്കുന്നത്. തെറ്റാതിരിക്കാൻ എല്ലാവരും ആ ലൈന് പിടിച്ചിട്ട് ആ ലൈനിലേക്ക് കാലിന്റെ ബാഗ് ഭാഗം ചേർത്തി നിർത്തിയാൽ എല്ലാവരും ശരിയാണ്. ആ മടമ്പ് നോക്കണം, ചുമല് നോക്കണം. ഈ ചുമലിൽ ഒരാളുടെ ചുമൽ ഭാഗം മുന്നോട്ടേക്കും ഒരാളുടെ ചുമൽ ഭാഗം ബാക്കോട്ടേക്കും അങ്ങനെ ആക്കാൻ പാടില്ല. എല്ലാവരുടെയും റെഡിയിൽ ചുമല് റെഡി ആയിരിക്കണം. ഇതാണ് രണ്ടാമത്തെ സുന്നത്ത്. മൂന്നാമത്തത് സഫിൽ ഇടതൂർന്ന് നിൽക്കുക. വിടവില്ലാതെ നിൽക്കണം, അടുത്തടുത്ത് നിൽക്കണം. അപ്പൊ എന്റെ ചുമല് അടുത്തുള്ള ചുമലിനോട് ചേർന്ന് ഇരിക്കണം. അങ്ങനെ പിടിച്ച് ചേർക്കണം എന്നല്ല, അത് അടുത്തടുത്ത്. അതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാകരുത്, ഗ്യാപ്പില്ലാതെ നിൽക്കണം. അള്ളാഹുവിന്റെ തിരുദൂതർ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, നിങ്ങൾ സഫുകൾ സമപ്പെടുത്തി നിൽക്കുക തന്നെ വേണം. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ ഛിദ്രതയുണ്ടാകും, അനൈക്യമുണ്ടാകും. സഫ് ശരിയല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ അനൈക്യമുണ്ടാകും, യോജിപ്പുണ്ടാവില്ല. ഇന്നിപ്പോ കുടുംബത്തിൽ തന്നെ യോജിപ്പില്ല, മഹല്ലത്തിൽ യോജിപ്പില്ല, സമൂഹത്തിൽ യോജിപ്പില്ല. ഈ യോജിപ്പില്ലായ്മയൊക്കെ ഉണ്ടായിത്തീരുന്ന കാരണങ്ങളിൽ പെട്ടതാണ് ഇത്. ഈ വരി നിൽക്കുമ്പോൾ റെഡിയിൽ നിൽക്കാതിരിക്കുക എന്നുള്ളത് അത്ര പ്രധാനപ്പെട്ട സംഗതിയാണ്. ഈ വരി റെഡിയാകുക എന്നുള്ളത്, സഫ് ശരിയാക്കുക എന്ന് പറയുന്നത്. ഇതിനെപ്പറ്റി മഹാനവറുകൾ പറയണോ, ഇത് കൂടുതൽ ശ്രദ്ധിക്കേണ്ടയും പറയേണ്ടയും ആളുകൾ ആരാ? ഇമാമിങ്ങളാണ്. അതുകൊണ്ട് ഇക്കാമത്ത് കൊടുക്കും എന്നിട്ട് അല്ലാഹു അക്ബർ കൈകെട്ടുന്ന രീതിയല്ല ഇമാമിങ്ങൾ സ്വീകരിക്കേണ്ടത്. മറിച്ച് ലെവലുണ്ടോ എന്നൊക്കെ നോക്കി ശ്രദ്ധിച്ച്, ഇല്ലെങ്കിൽ അത് പറഞ്ഞ് തിരുത്തിക്കൊക്കെ എന്താക്കണം, നിസ്കരിക്കണം. ചില ആളുകൾക്ക് ഇമാമിങ്ങനെ നിർദ്ദേശം കൊടുക്കാൻ അവിടെ കയറിക്ക് ഇവിടെ നിന്ന് ഇറങ്ങിക്ക് എന്ന് പറയുമ്പോൾ ദേഷ്യം വരികയാണ്. ഓ ഇയാൾ പാടെ കയറി നിന്നിട്ട് വലിയ ആളാകണം. അല്ല, നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പോയിട്ടുണ്ടോ? അവിടെ ഇക്കാമത്ത് കൊടുത്താൽ സാധാരണ കിബിലുള്ള ഇമാമക്കിടയിൽ ഇമാമ നേരെ ഉൾട്ട തിരിഞ്ഞൊക്കെ ഇക്കാമത്ത് കൊടുത്താൽ എന്നിട്ട് അതെല്ലാം നോക്കിയിട്ട് പിന്നെ കയറി. അതെന്തിനാ? അത് ഇമാമിന്റെ ബാധ്യതയാണ്. ബഹുമാനപ്പെട്ടവർ പറയാ, ഇതൊക്കെ കൂടുതൽ ശ്രദ്ധിക്കുകയും കൽപ്പിക്കുകയും ചെയ്യേണ്ടത് ഇമാമുമാരാണ് എന്ന് മാത്രമല്ല, മഹാനവറുകൾ പറയാണ്, തിരുനബിയുടെ സുന്നത്തുകൾ ചിലത് മരിച്ചു പോയത്
ഈ മരിച്ചുപോയ സുന്നത്തുകൾ, അതിൽപ്പെട്ട ഒരു സുന്നത്താണ് ഈ സഫ് റെഡിയാക്കുക എന്ന് പറഞ്ഞത്. ഇപ്പൊ ഏത് പള്ളിയിൽ പോയാലും നമുക്ക് അനുഭവപ്പെടുന്നത് നിസ്കാരത്തിന്റെ സഫ് റെഡിയാക്കുക. ഒരുത്തൻ കയറിയിരിക്കും, പിന്നൊരുത്തൻ്റെ ഇറങ്ങിയിരിക്കും, ഒനങ്ങാനൊന്ന് തള്ളി ലെവലാക്കിയ നിസ്കാരം കഴിഞ്ഞിട്ട് അടിയുന്ന അത്ര മോശപ്പെട്ട മനസ്സും ചിന്താഗതിയും പ്രകൃതിയായിട്ട് നടക്കുക. അല്ലാഹുവിന്റെ തിരുദൂതർ ഈ വിഷയത്തിൽ കാണിച്ച കണിശത ചെറുതല്ല. ആ സുന്നത്ത് ഇപ്പൊ മരിച്ചു പോയിട്ടുണ്ട്. അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറയാണ്, ഈ മരിച്ച സുന്നത്ത് മൻ അഹ്യാഹാ, ഈ മരിച്ചു പോകുന്ന ഇത്തരം നബിയുടെ സുന്നത്തുകളെ ജീവിപ്പിച്ചു കൊണ്ടുവന്നാൽ നബിയോടൊപ്പം സ്വർഗത്തിൽ കടക്കാം. മരിച്ചു പോകുന്ന സുന്നത്തുകളെ ജീവിപ്പിച്ചു കൊണ്ടുവന്ന നമുക്ക് സ്വർഗമുണ്ട്. അത്ര വലിയ പുണ്യമാണ്. അപ്പം അതുകൊണ്ട് ആ വിഷയങ്ങൾ നമ്മൾ ഗൗരവത്തിലെടുക്കുകയും ഈ മുഖ്യമായ 3 സുന്നത്ത്, ഒന്നാം സഫ് നിൽക്കാൻ ശ്രദ്ധിക്കുക, അത് ജീവിതത്തിൽ പതിവാക്കുക. 2 സഫ് നിൽക്കുന്നത് ചുമല് ഒരാളത് മുന്നിയും പിന്നെയും ആകാതെ വളരെ കറക്റ്റായിട്ട് ചുമലിനോട് യോജിപ്പിച്ച് നിൽക്കുക. 2 ഗ്യാപ്പ് ഇടാതെ ഇടതൂർന്നു നിൽക്കുകയും ചെയ്യുക. ഈ 3 സുന്നത്തും സുപ്രധാനമായ സുന്നത്താണ് എന്ന് അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഞങ്ങൾക്ക് എല്ലാവർക്കും നാഫിയായ ഇൽമ് ഏറ്റിത്തരണം റഹ്മാനെ. സുന്നത്തുകൾ കൂടുതലായി മുറുകെ പിടിച്ച് ജീവിക്കാനും മുത്തുനബി തങ്ങളുടെ മുത്തബീങ്ങളിൽ പെടാനും നീ ഞങ്ങൾക്ക് ഭാഗ്യം തരണം റഹ്മാനെ. എല്ലാവിധ ഖൈറുകളും നൽകണേ അല്ലാഹ്. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.